തുളസീദാസ അമ്മേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ സെൻട്രൽ സ്റ്റേജിൽ നിർത്താൻ ഓരോ പരാമർശങ്ങൾ നടത്തുന്ന വിമർശനം അതിനെ പറ്റിയുണ്ട്. ഗ്യാസ് എടുത്തോണ്ടല്ലോ കളിക്കല്ലേ. ഒരു മാസം മുമ്പാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കൂടെ ഒരു ആഡ് ചെയ്തത്. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആഡ് മലയാളത്തിൽ നിന്ന് ചെയ്തേക്കുന്നത് ലാലേട്ടനും ഞാനും മാത്രമാണ്. അനൗൺസ്മെന്റ് ചെയ്തില്ലെങ്കിലും ഞാനൊരു സിനിമയിൽ നായകനാകാൻ പോവാണ്. ഇത്തരം വിവാദങ്ങൾ ലോകത്തൊരു ബുദ്ധിയുള്ള കച്ചവടക്കാരൻ ഉണ്ടാക്കത്തില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ഹാഷ്മി, ആ എഴുത്ത് ഒരു സർക്കാസ്റ്റിക്കാണ്. ആ എഴുത്ത് വായിക്കുമ്പോൾ അറിയാം. കേരളാസെ ലാൻഡ് സ്ലൈഡ് ഹോനേക്ക് സംഭാവന ഹേ എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് കേൾക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ സംഭാവന പിരിക്കാൻ സമയമായി എന്ന് തോന്നി എന്നത് ഞാൻ എന്റെ സിനിമ ഒരു പൊളിറ്റിക്കൽ സട്ടയറായിരുന്നു. അല്ലാതാണ് രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ച് തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ സർക്കാർ വരണമെങ്കിൽ എത്രമാത്രം ക്രൂരമായ മനസ്സുണ്ടാവണമെങ്കിൽ മതി. പിന്നെ ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ. നിനക്കറിയില്ലേ? ഒരു ക്രൂരതയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറയരുത്. ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം. എന്തുകൊണ്ടാണ്? ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല വരേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. ഖജനാവിൽ അവിടെ പൈസ ഇല്ലാതെ പോയി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഖജനാവിൽ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി? ജനങ്ങളുടെ തെണ്ടേണ്ട കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പ്രളയമല്ല, ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ചോദിക്കും. മുഖ്യമന്ത്രി ഈ മാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ഇനി വീണ്ടും ദുരന്തം മാരാരുടെ തൊലിപ്പുറത്തൊട്ടിട്ടില്ല. അതാ പറഞ്ഞത്. സന്തോഷായല്ലോ. ഞാൻ അങ്ങനെയാണ് ഹാഷ്മി പറഞ്ഞത്. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ 31 വൈകിട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ. CPM-ന്റെ മെമ്പർമാർ 1000 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ ഫസ്റ്റ് ഡേ വരണം. CPM മെമ്പർ കാശ് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോ. ഇവർ ഇടത്തന്നെ ഈ ഘട്ടത്തിൽ ഇത് CPM മെമ്പർമാരുടെ മാത്രം ഒരു ബേജാറാണോ ഇങ്ങനെ ഒരു സംഭവം വരും? പണം വരാത്തതിന്റെ കാരണം പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല. അറിഞ്ഞുകൂടല്ല, കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര്. എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാല് ഈ 3D പടം പോലെ ഇരിക്കും, ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോ ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പ് 100% അഖിൽമാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാ. KSFയിലെ കള്ളത്തരമൊന്നല്ല. അഖിൽമാരാർ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം പൈസ കൊടുക്കും. അപ്പൊ ഇവരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് KSFE ലാപ്ടോപ്പ്. ഇതാണ് ചോദിച്ചത്. KSFE ലാപ്ടോപ്പ് 81.43 വ്യക്തമായില്ല. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. പദ്ധതിക്ക് കൊടുത്താണോ? വിദ്യാകിരണം പദ്ധതിക്ക് കൊടുത്താണോ? എത്ര പേർക്ക് കൊടുത്തു? വെക്കണം. ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കൈവയ്ക്കണ്ടേ? സമയത്തെ വാർത്ത ഫോളോ ചെയ്യുന്ന ആർക്കും വിദ്യാശ്രീ എന്താണെന്നും വിദ്യാഗ്രഹണം എന്താണെന്നും KSFE ലാപ്ടോപ്പ് ആണെന്നും നന്നായി അറിയാം. വാർത്ത ഫോളോ ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് അതിന് വെബ്സൈറ്റിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് പോകുന്ന മുഴുവൻ കാര്യങ്ങൾ അറിയാം, വിവരാവകാശ രേഖകളുടെ അറിയാം. പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തക്കാർക്കും സാവിധ താൽപ്പേർക്കും ഒരു ഫണ്ട് കൊടുത്ത് തട്ടിപ്പ് നടത്തി നിന്ന് ഇയാൾ പറയാൻ ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. അപ്പൊ ഇത് കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുമല്ലേ? ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകും. ഒന്ന് പറയാൻ കണ്ണിൽ ഈ ഷോയിൽ വെച്ച് തന്നെ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 99 സീറ്റോടുകൂടി രണ്ടാം വട്ടവും തെരഞ്ഞെടുത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഭരണഘടന കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിച്ചു. 100,000 കാണും ഇതുപോലൊരു ഐറ്റം. താങ്കൾക്ക് ഇതിനുള്ള റൈറ്റ് എന്താണ്? ഞാൻ തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ പരനാറി എന്നാക്കാൻ കാര്യം അത് അദ്ദേഹത്തിന് സമ്മാനിക്കാമെങ്കിൽ എന്റെ കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ ഒരുപാട് മോശം കാണിച്ചിട്ടുള്ള ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന, കാരണം അനുഭവം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഡേറ്റാസ് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അത് വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനിൽ എനിക്കുണ്ട്. ഞാനത് മുമ്പും പരസ്യമായ ഒരു പബ്ലിക് വേദിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.